ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് മഴയുടെ അകമ്പടിയോടുകൂടി ഒരു സൂര്യോദയം കാത്തിരിക്കുമ്പോൾ നമുക്കൊരു കഥ കേട്ട് നോക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു നെയ്ത്തുകാരൻ്റെ കഥ, സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടു പോയ ഒരു നെയ്ത്തുകാരൻ്റെ കഥ. അതായത് ഒരു നാട്ടിൽ പഴയ കഥയാണ്, ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം. പഴയ ഒരു ഒരു നാട്ടിൽ ഒരു നെയ്ത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ വസ്ത്രങ്ങൾ നെയ്യാൻ അറിയുന്ന ഒരു നെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം നെയ്ത ഒരു വസ്ത്രം വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ രാജാവ് അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തിയിട്ട് 101 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തു. അദ്ദേഹം വളരെ ദൂരെയുള്ള തൻ്റെ നാട്ടിലേക്ക് എന്താ പറയുക, വണ്ടിയൊന്നും കിട്ടാതെ നടന്നും അലഞ്ഞൊക്കെ ദിവസങ്ങൾ കൊണ്ട് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെത്തിയിട്ട് തൻ്റെ സ്വർണ്ണ നാണയങ്ങൾ എണ്ണി നോക്കിയപ്പോൾ അതിൽ 101 ഇല്ല, 100 മാത്രമേ ഉള്ളൂ എന്ന കാര്യം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. അദ്ദേഹം വീണ്ടും വന്ന വഴിയെ പലരെയും കൂട്ടി, പല ആൾക്കാരെയൊക്കെ കൂട്ടി പല രീതിയിൽ ആ ഒരു സ്വർണ്ണ നാണയം അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരുന്നു. മാസങ്ങളും കുറേ കാലം അദ്ദേഹം അതിനായിട്ട് തിരഞ്ഞു നടന്നു. ഒരുപാട് പണവും സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് രാജാവ് കൊടുത്ത 101 സ്വർണ്ണ നാണയങ്ങളിൽ നിന്നും ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ അത് അന്വേഷിച്ചിട്ട് അദ്ദേഹം ബാക്കിയുണ്ടായിരുന്ന 100 സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു കഥയാണ് ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. സോ ഇതേ രീതിയിലാണ് നമ്മൾ ഓരോ ട്രേഡേഴ്സിൻ്റെയും കാര്യങ്ങൾ. കാരണം എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത്, വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം 65,000 രൂപ ഉപയോഗിച്ച് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ 98,800 രൂപ, 98,800 റുപ്പീസ് പ്രോഫിറ്റ് അദ്ദേഹം ഉണ്ടാക്കി ഒരു നല്ല മൂവിങ് ഉള്ള ഒരു ദിവസത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കൗതുകത്തിന് 100,000, 1,00,000 എന്ന ഒരു റൗണ്ട് ഫിഗറിലെത്തിക്കാൻ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം വീണ്ടും ട്രേഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിന് 1,800 രൂപ നഷ്ടപ്പെട്ടു. ബാക്കി 97,000 രൂപ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നിരാശ വന്നു. ഈ 1,800 രൂപ തിരിച്ചു പിടിക്കണം എന്ന വാശിയിൽ അദ്ദേഹം ട്രേഡ് ചെയ്തു. അത് ചെന്ന് അവസാനിച്ചത് 17,000 രൂപ എന്ന ഒരു ഫിഗറിലേക്കാണ്. അതായത് അദ്ദേഹത്തിന് കിട്ടിയ 98,000 രൂപയിൽ നിന്നും 81,000 രൂപയിലധികം നഷ്ടപ്പെട്ട് കേവലം 17,000 രൂപയിൽ അദ്ദേഹം അതും അവസാനിപ്പിക്കില്ലായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. കാരണം അപ്പോഴത്തേനും മാർക്കറ്റ് ടൈം തീർന്നു പോയി, അല്ലെങ്കിൽ എങ്ങനെയും അത് ട്രേഡ് ചെയ്തിട്ട് അതും കൂടി തീർന്നു പോകുമായിരുന്നു. അത്രയും ഒരു ബോധമില്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹം ട്രേഡ് കൊണ്ടുപോയത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ ഈ നെയ്ത്തുകാരൻ്റെ കഥയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയ വലിയ ഒരു സൗഭാഗ്യത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി അതിനെ അന്വേഷിച്ച്, ആ നഷ്ടപ്പെട്ടു പോയ കാര്യം അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയ മുഴുവൻ സൗഭാഗ്യവും ഇല്ലാതാക്കി കളയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. കിട്ടിയ ലാഭത്തിൽ നിന്നും ഒരല്പം നഷ്ടപ്പെടുമ്പോൾ ബാക്കിയുള്ള ലാഭം തനിക്ക് സ്വന്തമാണെന്ന തിരിച്ചറിവില്ലാതെ വാശിയോടെ ട്രേഡ് ചെയ്ത് മുഴുവൻ പണവും നഷ്ടപ്പെടുന്ന ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പോകരുത്. അഥവാ ഒരു അറിവില്ലാതെ അല്ലെങ്കിൽ ഒരു മനസ്സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ ട്രേഡ് ചെയ്തു പോയി ഒരു വലിയ പ്രോഫിറ്റ് കിട്ടി അതിൽ നിന്ന് ട്രേഡ് ചെയ്ത് നഷ്ടപ്പെടുമ്പോൾ, കിട്ടിയ ലാഭത്തിൽ നിന്നും പകുതി നഷ്ടപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ ട്രേഡിങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. അതിനായിട്ട് പ്രായോഗികമായിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. മനസ്സിനെപ്പോഴും ഒരു മനസ്സിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഒരു മനസ്സ് ട്രേഡറാണെങ്കിൽ മറ്റൊരാൾ ഒരു ഓഡിറ്ററായിട്ട് മനസ്സിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെ നിർത്തിയിട്ട് ട്രേഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കില്ല. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിൻ്റെ ശക്തിയാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ വിജയം. ലക്ഷ്യം പണമായിരിക്കണം. ലാഭം കണ്ടാൽ അതെടുത്ത് കീശയിലിടാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്തായാലും ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഇന്ന് 2024 ജൂൺ 18 ചൊവ്വാഴ്ചയാണ്. ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. കൂടാതെ ഒരു 3 ദിവസത്തെ വലിയ വാരാന്ത്യത്തിന് ശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയോടെ ആയിരിക്കും നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി 24,000 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അനലിസ്റ്റുകൾ തരുന്ന ഒരു റിപ്പോർട്ട്. ഒരു ബുള്ളിഷ് മൊമെൻറ്റം അതിൽ ഫോം ചെയ്തിട്ടുണ്ട്. സോ 24,000 ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മണി കൺട്രോൾ സൈറ്റിൽ നിന്നും എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്.
US മാർക്കറ്റ് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും മാർക്കറ്റ് ഡാറ്റ നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദെൻ സൊമാറ്റോ പേടിഎമ്മുമായിട്ട് ഒരു ചർച്ച, ഒരു ചർച്ച നടത്തുന്നുണ്ട്. 1500 കോടിയുടെ ടിക്കറ്റിംഗ് ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചർച്ച നടത്തുന്നത്. ദെൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് അദാനി എൻ്റർപ്രൈസസിൽ ഗൗതം അദാനി അദ്ദേഹത്തിൻ്റെ അദാനി എൻ്റർപ്രൈസിൻ്റെ 2% സ്റ്റോക്കുകൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പേടിഎം ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, സൊമാറ്റോയും പറഞ്ഞു. അതുപോലെ കുറച്ചധികം സ്റ്റോക്കുകൾ ഇന്ന് ഇൻട്രാഡേക്കായിട്ടുണ്ട്. അതിൽ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവർ ശ്രദ്ധിച്ചോളുക. സ്റ്റോക്ക് ട്രേഡിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 30-40 ദിവസത്തേക്ക് ഇനി വരുന്ന ഒരു 30-40 ഡേയ്സിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് ഷെയർ ചെയ്യുന്നത്. കാരണം മാർക്കറ്റിനെ ഭരിക്കാൻ പോകുന്നത് ഒരു അനിശ്ചിതത്വമാണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയാണ് മാർക്കറ്റിനെ നയിക്കാൻ പോകുന്നത്. ഈ സമയത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പലപ്പോഴും ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ അത് കിടക്കും, അല്ലെങ്കിൽ അത് നഷ്ടത്തിലോട്ട് പോകും. ലാഭം എന്നത് ചെറിയ ഒരു ടൈം സ്പാൻഡിൽ, ചെറിയൊരു കാലയളവിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമായിരിക്കും പ്രോഫിറ്റ് എന്നുള്ളത്. ജൂലൈ 3-ാം വാരത്തോടു കൂടിയാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. ആ സമയം വരെ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും ലാഭമെടുക്കാൻ എന്നാണ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരോടായിട്ട് അനലിസ്റ്റുകൾ പറയുന്നത്. മണി കൺട്രോളിലാണ് ഇത് ഞാൻ വായിച്ചിട്ടുള്ളത്. ദെൻ ഇത്രയൊക്കെയാണ് ഈ രാവിലെയുള്ള ഒരു ന്യൂസ് ഹൈലൈറ്റ്സ്. നമുക്കിനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇനി നിക്കി ഗ്രീനിലാണ്, ഹാങ്സങ് ചൈന മാർക്കറ്റ് റെഡിലാണ്, STI 15 പോയിന്റ് ഗ്രീനിലാണ്, കോസ്പി 24 പോയിന്റ് ഗ്രീനിലാണ്. കൂടുതൽ മാർക്കറ്റും ഒരു ഗ്രീനിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 23,611 ഇന്നലെ ക്ലോസ് ചെയ്തത് 23,611 ഇന്നത്തെ ഓപ്പണിങ് 23,601 10 പോയിന്റ് 9.5 പോയിന്റ് താഴെയായിട്ടാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയത്. ദെൻ ഇത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഡേ ഹൈ ഇതുവരെയുള്ള സമയത്തിനിടക്ക് 23,614 ഡേ ഹൈയും 23,586 ഡേ ലോയുമാണ്. അപ്പോൾ ഡേ ലോയിൽ പോയിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി വരികയാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ഓപ്പണിങ്ങിൽ നിന്നും 6 പോയിന്റ് താഴെയാണ്. അപ്പോൾ മൊത്തം ഒരു 16 പോയിന്റോളം ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 16 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. തിരിച്ച് കയറി വന്നുകൂടാ എന്നില്ല. അതായത് ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിൽ നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്ക് ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ചൈന FDI, ജർമ്മനി ZEW എക്കണോമിക് സെന്റിമെന്റ് ഇൻഡെക്സ്, യൂറോ ഏരിയ CPI ഫൈനൽ, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, USA റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, USA ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, USA ബിസിനസ് ഇൻവെന്ററീസ്. ഇത്രയും ഗ്ലോബൽ ഇവൻസുകളാണ് ഇന്ന് വരാനുള്ളത്. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന 2 കമ്പനികളുണ്ട്. VJTF എഡ്യൂ സർവീസസ്, പോളിമാക് തെർമോഫോമേഴ്സ്. ഈ 2 കമ്പനികളാണ്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കമ്പനിയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡാറ്റയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നു. FNO ബാനിൽ വന്നിരിക്കുന്ന ബാൽറാം ചിനി മിൽസ്, GMR ഇൻഫ്ര, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെൻറ്റ്, സെയിൽ, സൺ TV. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് FNO ബാനിൽ വന്നത്. FNO ബാനിലുള്ള സ്റ്റോക്കുകളുടെ FNO ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. ആ സ്റ്റോക്ക് വാങ്ങുന്നതിലോ വിൽക്കുന്നതിലോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ്, കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,691 കോടിയുടെ ബൈങ്ങും 13,515 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,175 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,876 കോടിയുടെ ബൈങ്ങും 11,220 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 655 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,831 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,687 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,872 കോടിയുടെ
എന്താ പറയുക നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. എന്തായാലും 164 കോടിയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിലെത്തിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 23,465 ഓപ്പണായിട്ട് അതേ ലെവലിൽ തന്നെ ഒരു 1/2 പോയിന്റ് മുകളിലായിട്ട് 23,466 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണിത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 128 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻ്റാണ് കിട്ടിയത്. ദെൻ ഇന്ന് ഈ മാസത്തിൽ ജൂൺ മാസത്തിൽ ഇതുവരെയായിട്ട് 128 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻ്റാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഡാറ്റ മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇതുവരെയായിട്ട് എല്ലാ ദിവസവും കഴിഞ്ഞ 5 ദിവസത്തെയും മാസത്തെയും പെർഫോമൻസ് സെയിം ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ മാസത്തേക്കുള്ള ഒരു ലെവൽ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് നോർമൽ CPR ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്ത്യ വിക്സ് ഇന്ന് 12.82 ഓപ്പൺ ആകാൻ പോകുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.42 ആണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിട്ടുള്ളത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 72 ലക്ഷം വന്നിരിക്കുന്നത് 23,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 1 കോടിയാണ്. അത് 23,000 വന്നിട്ടുണ്ട്. എന്തായാലും പുട്ട് റേറ്റിംഗ് ആണ് കൂടുതൽ കാണുന്നത്. 1.42 എന്ന ഒരു ഹയസ്റ്റ് PCR വന്നതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. ബാങ്ക് നിഫ്റ്റി 8 പോയിന്റ് ലാഭത്തിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 47 പോയിന്റ് ലാഭത്തിലായിരുന്നു. സെൻസെക്സ് 80 പോയിന്റും നിഫ്റ്റി മിഡ് ക്യാപ്പ് 77 പോയിന്റും ലാഭത്തിലാണ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയ്സിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പം ഒരു മന്ത്ലി റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി അതിൻ്റെ ടാർഗറ്റൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സിറ്റ് പോളിൻ്റെ ആ ദിവസമുള്ള ഒരു ഹൈ വന്നിട്ടുണ്ട്. ആ ഹൈയിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാൻ പറ്റും ഇന്നോ നാളെയോ ആയിട്ട് ആ ഒരു ലെവൽ ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഒരു എന്താ പറയുക റാസ് ലെവൽസിൻ്റെ പ്രഡിക്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ ഡേ ലോയും, അതായത് ഇന്ന് വരാൻ പോകുന്ന ഡേ ലോയും കഴിഞ്ഞ ദിവസത്തെ ഡേ ലോയും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ താഴോട്ട് പോവില്ല എന്ന് തീരുമാനിക്കാം. കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈയും ഇന്നത്തെ ഡേ ഹൈയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്നത്തെ ഡേ ഹൈ കഴിഞ്ഞ ദിവസത്തേക്കാളും കുറേ മുകളിലായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ മാർക്കറ്റിൽ ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പണിങ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. CPRും നോ ട്രേഡ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. എവിടെയും ഓപ്പൺ ആവും, അവിടെ നിന്ന് ഒരു ഹയർ സൈഡിലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ അങ്ങ് തീർന്നു പോയി എന്നുള്ളതാണ് സത്യം. സോ നോക്കാം ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത്. ഒരു ഹയർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഡേ ഹൈ വരാൻ സാധ്യതയുള്ളത് 22,566 ഈ ഒരു സോണിൽ ഇന്നത്തെ ഡേ ഹൈ വരുമെന്നാണ്. ഇൻ കേസ് ഒരു റെയർ കേസ് പോവുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ വന്ന് പോവുകയാണെങ്കിൽ 22,653 വരെ മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്, ഈ ഒരു സോൺ വരെ. യെസ്റ്റർഡേ ഹൈയുടെ ലെവലിൽ ഒരു കൺസോളിഡേഷനുള്ള ഒരു സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സോൺ ഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ട്രേഡ് എൻട്രി ഒഴിവാക്കേണ്ട സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,390 22,348 ഇടയിലുള്ള ഏകദേശം ഒരു 50 പോയിന്റിന്റെ ഒരു സോൺ നിങ്ങൾ ഫ്രഷ് എൻട്രി എടുക്കാതെ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചൊരു ഫ്രഷ് എൻട്രി എടുക്കാതെ ഒഴിവാക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും. ലോവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ 22,265 250 സോണിൽ നല്ല കടുകട്ടി സപ്പോർട്ട് ഇവിടെയുണ്ട്. ഇത് പൊട്ടിച്ച് താഴോട്ട് പോവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് 22,250 റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പൊങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഈ ഒരു ലെവൽസ് നിങ്ങളൊന്ന് ഓർത്തേക്കുക. മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. അതിന് നിങ്ങൾ കണ്ണടച്ച് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ കോൾ പൊസിഷൻ ഒന്നും എടുക്കരുത്, അല്ലെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കരുത്. മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം അനലൈസ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, ഇല്ലെങ്കിൽ അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കുക. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.